ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫിഷ് ബോളുകൾ ഒരു അദ്വിതീയ സായാഹ്ന ലഘുഭക്ഷണമാണ്. കൂടാതെ പാർട്ടി മെനുവിലെ മികച്ച സീ ഫുഡ് സ്റ്റാർട്ടറുമാണ്. പുറം ഞെരുക്കമുള്ളതും ഉള്ളിൽ മൃദുവായതുമായ ഈ ഫിഷ് ബോൾസ് തീർച്ചയായും ആ വിശപ്പിനെ ശമിപ്പിക്കും. വീട്ടിലുണ്ടാക്കാൻ എളുപ്പമുള്ള ഈ ഫിഷ് ബോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 1 കിലോ ഹമൂർ എടുത്തിട്ടുണ്ട്. ഈ മീൻ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ അറബികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മീനുമാണ്. അപ്പോൾ ഈ മീൻ വെച്ചിട്ടാണ് ഫിഷ് ബോൾ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കിയെടുക്കാം. ഇപ്പോൾ ഹമൂർ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മസാല പുരട്ടി റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ട ചേരുവകൾ: ഉപ്പ് പാകത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇനി ഇതിന് നന്നായി പുരട്ടിയെടുക്കാം. ഇപ്പോൾ മസാല നന്നായി മീനിൽ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിനുള്ളത് റെഡിയാക്കണം. ഒരു മിക്സി ജാറിലേക്ക് അരമുറി നാളികേരം ചിരകിയത്, കുറച്ച് മല്ലിയിലയും പുതിനിലയും, 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 3 പച്ചമുളക്, പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുക്കാം. അങ്ങനെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇത് മീൻകൂട്ട് റെഡിയാക്കാൻ വേണ്ടിയാണ് കേട്ടോ. പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സവോള അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 3 പച്ചമുളക് അരിഞ്ഞതാണ്. ഇത് ഒന്ന് ചേർത്തിളക്കിയതിനു ശേഷം 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ചേർത്തിളക്കാം. പിന്നെ കരിഞ്ഞു പോകാതെയും നോക്കണം കേട്ടോ. അങ്ങനെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി ചേരുവകൾ എല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ്. ഇവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് വേവിച്ചു മുള്ളെല്ലാം നീക്കം ചെയ്ത് അടർത്തിയെടുത്ത മീനും 1 ടീസ്പൂൺ നാരങ്ങനീരുമാണ്. ഇവ ചേർത്തിളക്കി യോജിപ്പിച്ചെടുക്കാം. അവസാനമായി കുറച്ച് മല്ലിയിലയും ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. അങ്ങനെ മീൻകൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മീൻകൂട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബോൾസ് ആക്കിയെടുക്കാം. അതിനായി മീൻകൂട്ടിൽ നിന്നും കുറച്ചെടുത്ത് ഉരുളകളാക്കിയെടുക്കണം. ശേഷം ഇതുപോലെ കൈകൊണ്ട് പരത്തിയെടുത്ത് നേരത്തെ റെഡിയാക്കിയെടുത്ത ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ നിറച്ച് കൊടുക്കാം. ഇപ്പോൾ ഫില്ലിംഗ് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഉരുളകളാക്കി എടുക്കാം. അങ്ങനെ മീൻ ബോൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇപ്പോൾ മീൻകൂട്ടെല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് റൊട്ടി പൊടിച്ചതും 1 മുട്ട പതിപ്പിച്ചെടുത്തതുമാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു മീൻ ബോൾ എടുത്ത് മുട്ട പതിപ്പിച്ചിൽ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കോട്ട് ചെയ്തെടുത്ത ഫിഷ് ബോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വെക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ പൊരിക്കാൻ ആവശ്യത്തിനുള്ള എണ്ണയും ചേർത്ത് കൊടുക്കാം. എണ്ണ
ചൂടായി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഫിഷ് ബോൾ ഓരോന്നായി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ തീ അധികം കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ ഒരു വശം ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് ഈ വശവും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫിഷ് ബോൾ കംപ്ലീറ്റായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അങ്ങനെ രുചികരമായ ഫിഷ് ബോൾസ് നിറച്ചത് ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഇത് മല്ലിയില പുതിന ചട്നിക്കൊപ്പം ജോഡിയായി കഴിക്കാം. പിന്നെ ഹമൂർ മീൻ തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് മീനാണെങ്കിലും ചേർക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.